ഹേ ഗായ്സ്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി രക്ഷപ്പെട്ടു എന്നത്. ബട്ട് അവൻ പിടിക്കപ്പെട്ടു. എങ്ങാനും പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇനി എത്ര സൗമ്യന്മാരിവിടെ ഉണ്ടായേനെ. അതൊന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ആ അമ്മയുടെ കണ്ണുനീര്, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇനി എത്ര പേരുണ്ടായേനെന്ന്. ഇവനെപ്പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയ അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവർ ഇത്രയും ചെയ്തത്. പക്ഷെ ജയിലിൽ ചാടാൻ ഇവന് ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നടക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ചെറിയ മതിലല്ല, കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല, അത് ഇത്രയും വലിയൊരു മതിലാണ്. ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായും അവിടുന്ന് ഒരാൾ സപ്പോർട്ട് ഉണ്ട്. അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതെ. ആ അമ്മയുടെ സങ്കടം കണ്ടില്ലേ, മകൾ നഷ്ടപ്പെട്ടു, ഇപ്പോൾ പുറത്തിറങ്ങി. എന്തായാലും ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്തതൊന്നുമല്ല. ഇത്രയും സെക്യൂരിറ്റി കാവലുള്ള ഒരു ജയിൽ, അതും ക്യാമറ നിരീക്ഷണം, അല്ലാണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എത്ര പേരുണ്ട്. എന്നിട്ടും അവൻ ഒറ്റയ്ക്ക് ജയിലിൽ ചാടി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും വിശ്വസിക്കാനാവോ? ഒരിക്കലുമില്ല. ഇതവിടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ അവനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇവനെ തൂക്കിക്കൊല്ലുക, അത് മാത്രമേ ഉള്ളൂ ആ അമ്മയുടെ കണ്ണുനീരിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മറുപടിയായിരിക്കും അവനെ തൂക്കിക്കൊല്ലുക എന്ന്. ഈ അമ്മയുടെ കണ്ണുനീര് കാണുന്നില്ലേ ഭരണത്തിലിരിക്കുന്നവർ? ഇനിയെങ്കിലും ഒരു അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പൊഴിയാതിരിക്കട്ടെ.